വിശിഷ്ട വ്യക്തികളെ, ഇത്രയും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശ്രീകുമാർ തമ്പിസാർ, നമസ്കാരം. മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ താലോലിച്ച കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനനാണ് ശ്രീകുമാർ തമ്പിസാർ. എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയായി അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ശ്രീകുമാരൻ നമ്പി എം കെ അർജുൻ, ശ്രീകുമാരൻ നമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ നമ്പി ദേവരാജൻ, ശ്രീകുമാരൻ നമ്പി എം എസ് വിശ്വനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളിൽ എത്ര മനോഹര ഗാനങ്ങളാണ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പാടുന്നത്. നമുക്കറിയാവുന്ന നാടിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയുമൊക്കെ അദ്ദേഹം എത്രയോ മനോഹരമായ ഗാനങ്ങൾ. എല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഹൃദയസരസൊക്കെ എന്നുള്ള ഗാനം, വാൾക്കല്ലെഴുതി വനപുഷ്പം ചൂടി ചെമ്പകൻ കൈകൊടുത്ത് മാനത്തെ പെണ്ണുമുടി, അങ്ങനെ ഇതൊക്കെ തമ്പിസാനല്ലാതെ ആർക്കാണ് എഴുതാൻ കഴിയാൻ? ഞങ്ങളുടെ കാലത്ത് പ്രണയഗാനങ്ങളുടെ ഉസ്താദ് എന്നതൊക്കെയാണ് തമ്പിസാർ. അറിയാദാസേട്ടൻ്റെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ തരംഗിണി കാസറ്റിന് വേണ്ടി തമ്പിസാർ എഴുതിയ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ അതിശയിപ്പിച്ച തരംഗമാണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിനു വേണ്ടി അദ്ദേഹം സംഭാവന നൽകി. അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ രചിച്ച സംഗീത സംവിധാനം ചെയ്ത ഗാനം വിൽപ്പനയെ റെക്കോർഡിട്ട് തമ്പിസാർ നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിപ്പിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിലും പ്രതിനായ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. മൾട്ടിസ്റ്റാർ ചിത്രത്തിൽ എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം അദ്ദേഹം തന്നു. 1986 ഞങ്ങളുടെ മുൻചേരത്തിൽ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തു വരുന്നത്. 1990 അദ്ദേഹത്തിൻ്റെ രചനയിൽ അന്തരിച്ച ഡെന്നീസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പൂരും ഞാനായിരുന്നു നായകൻ. ഇതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമ്പിസാനെ പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാ സൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ കൊണ്ട് ചുണ്ടനക്കി അല്ലാതെ എനിക്കിതിലേക്ക് രക്ഷപ്പെടാനായത്. പാടാം നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം പോലെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാലത്തുമ്പികളുടെ പാട്ട്, മേഘം മുത്ത് തുടങ്ങി ഒന്നാം രാഗം പാടി ഒക്കെ ഇന്ന് മലയാളികളുടെ ചുണ്ടലിലേക്ക് പാടുന്ന ഗാനങ്ങൾ തന്നെയാണ്. അതിന് പെട്ടെന്ന് ചൂടാവും, ചെറിയ കാര്യത്തിൽ വേണം അതിന് വേഗം ഒരു കൂടപ്പിറപ്പിനോടെന്നവണ്ണം സ്വാതന്ത്ര്യത്തോടെയും അദ്ദേഹം എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ വഴക്ക് പറയാറുള്ള ജ്യേഷ്ഠ സഹോദരൻ്റെ സ്വാതന്ത്ര്യം എനിക്കും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. തുറന്ന് ഞാൻ പറയുകയാണെങ്കിൽ വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആർക്ക് മുന്നിലും ഒട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുണ്ട് ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നിലുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിനയാകുലനാകുകയാണ്. അത് തമ്പിസാറിനെ പോലൊരു പ്രതിഭയോടുള്ള എടുത്ത ആരാധന കൊണ്ടും
എന്നെ ഞാനാക്കിയതിന് ഒരു പങ്ക് വഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടുമാണ്. അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അഭിമാനമുണ്ട്. ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെയൊക്കെ സുഹൃതമാണ്. ശതാഭിഷിക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ പ്രതിസാദ് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസന്തുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാവിധ സർവൈശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പണ്ഡിറ്റ് കൂടി നന്ദി പറയുന്നു. എടുത്തു പറയാവുന്ന മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു സമ്മാനം കൊടുത്ത കലിയൂർ ശശി. അദ്ദേഹം വളരെയധികം ഇതിനു വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും സദസ്സിലെല്ലാവരും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. ഒരുപാട് നന്ദി ലാലേട്ട. ഈ ചടങ്ങിന് കൃതജ്ഞ